നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഇന്റലിജൻസ് തിയറിയാണ്. അതായത് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നതാണ് തിയറി. Okay, so the theory of multiple intelligence was developed by Howard Gardner in the year 1983. So 1983 ആണ് ഹോവാർഡ് ഗാർഡ്നർ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയറിയുടെ പേരെന്താണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് ഈ തിയറിയുടെ പേര്. സോ ഗാർഡ്നർ സൈക്കോളജിസ്റ്റ് ഹി സജസ്റ്റഡ് ദാറ്റ് എന്താണ് ഒരു എന്താ പറയാ നമ്മൾ ഫാക്ടറിങ് ഒരു ഉണ്ടായിരുന്നത്, നമ്മൾ എന്താ പറയാ ഇതുവരെ പറഞ്ഞത് യൂണിഫാക്ടർ തിയറി, 2 ഫാക്ടർ തിയറി, ട്രയാർക്കി തിയറി, ഗ്രൂപ്പ് ഫാക്ടർ, മൾട്ടി ഫാക്ടർ, ഈ ഒരു തിയറിയുടെ എല്ലാം എഗൻസ്റ്റ് ആയിരുന്നു ഗാർഡ്നർ. Okay, so Howard Gardner's theory of multiple intelligences suggests that intelligence is not a single unified capability. അതായത് ഒരു ഫാക്ടറിൽ അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കേപ്പബിലിറ്റി അല്ല, ബട്ട് റാദർ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഡിസ്റ്റിങ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. അതായത് ഒത്തിരി തരത്തിലുള്ള ഇന്റലിജൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഗാർഡ്നർ എന്താണ്? ഹാർവേർഡ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഈ തിയറി ഗാർഡ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗാർഡനറുടെ ബുക്കിലാണ്. ഇത് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ആ ബുക്കിന്റെ പേരെന്താണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ബുക്കിലാണ് ആദ്യമായിട്ട് ഗാർഡനർ തന്റെ തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ഗാർഡനർ, ഇൻഡിവിജ്വൽസ് ഹാവ് ഡിഫറെന്റ് സ്ട്രെങ്ത് ആൻഡ് വേസ് ഓഫ് പ്രോസസിംഗ് ഇൻഫർമേഷൻ ആൻഡ് ട്രഡീഷണൽ IQ ടെസ്റ്റ് ഡു നോട്ട് ക്യാപ്ചർ ദിസ് ഡൈവേഴ്സിറ്റി. അതായത് ഗാർഡനർ പറയുന്നത് ഇൻഡിവിജ്വൽസിന് എന്തുണ്ടെന്നാണ്? ഡിഫറെന്റ് സ്ട്രെങ്ത്സ് ഉണ്ട് ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതിൽ തന്നെ ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു IQ ടെസ്റ്റ് നമുക്ക് ഈ ഡൈവേഴ്സിറ്റി, IQ ടെസ്റ്റിലൂടെ നമുക്ക് ഈ ഡൈവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഗാർഡനർ പറയുന്നത്. അതായത് ഗാർഡനറുടെ ബുക്കിന്റെ പേര് ഓർത്തിരിക്കണം. എന്താണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് എന്ന ബുക്കിലാണ് ഗാർഡനർ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗാർഡനർ പറയുന്നത് he originally identified 8 types of intelligences and later suggested a possible 9th. അതായത് ആദ്യം 8 തരം ഇന്റലിജൻസസ് പ്രൊപ്പോസ് ചെയ്തതിന് ശേഷം അടുത്ത ബുക്കിലാണ് എന്ത് അവസാനത്തെ ഒരു തരം കൂടെ ഗാർഡനർ പ്രൊപ്പോസ് ചെയ്യുന്നത്. സോ ഗാർഡനർ പ്രൊപ്പോസ് ചെയ്യുന്ന 8 തരം ഇന്റലിജൻസ് അല്ലെങ്കിൽ 9 തരം ഇന്റലിജൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് എന്താണ്? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ അറിയാം, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കാണും. പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് വെർബൽ സ്കിൽസ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കാര്യത്തിന്റെ ലോജിക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നതാണ് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? സ്പേഷ്യൽ ഇന്റലിജൻസ്. അതായത് നമുക്ക് വിഷ്വൽ പെർസെപ്ഷൻ എങ്ങനെ കാണാൻ പറ്റുന്നു, ഒരു കാര്യം നമുക്ക് ആലോചിച്ച് എങ്ങനെ കാണാൻ പറ്റുന്നു എന്നതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്? നമുക്ക് റിതം, ടോൺ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്കിൽസ് ഉള്ളതിനെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് പറയുന്നത്. പിന്നെ പറയുന്ന നെക്സ്റ്റ് ആണ് ബോഡ്ലി കൈനസ്റ്റിക് ഇന്റലിജൻസ്. അതായത് എന്താണ്? നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്, ഇപ്പൊ യോഗ ചെയ്യുന്നവര്, ജിമ്മിൽ പോകുന്നവര്, ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ഒരു കോർഡിനേഷൻ ആൻഡ് ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതൊക്കെ വരുന്നതാണ് എന്ത്? ബോഡ്ലി കൈനസ്റ്റിക് ഇന്റലിജൻസ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഇൻട്രാപേഴ്സണലോ നമ്മളെ കുറിച്ച് തന്നെ നമുക്കറിയുന്ന ഒരു കഴിവ്. അപ്പം ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അതെന്താണ്? നേച്ചറും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവയർനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ലാസ്റ്റ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതാണ് അവസാനം രണ്ടാമത് പ്രൊപ്പോസ് ചെയ്തു എന്ന് പറയുന്നത്. സോ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫിക്കൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ എല്ലാ ഇന്റലിജൻസും നമുക്ക് ഒന്നുകൂടെ കാണാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി വെദർ ഇൻ സ്പീക്കിംഗ്, റൈറ്റിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമുക്ക്
ലാംഗ്വേജ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു, ലാംഗ്വേജ് സ്കിൽ, അതാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറയുന്നത്. പീപ്പിൾ വിത്ത് ഹൈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആർ ഓഫൺ സ്കിൽഡ് അറ്റ് റീഡിംഗ്, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ലേണിംഗ് ലാംഗ്വേജസ്. സോ റൈറ്റേഴ്സ് ആയി, പോയറ്റ്സ് ആയി, പബ്ലിക് സ്പീക്കേഴ്സ് ആയി, ഇവരെല്ലാം എന്താണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഹൈ ലെവൽ ഓഫ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും. ഓക്കെ, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് റിലേറ്റഡ്. അടുത്ത എന്താണ്, ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. എന്താണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് പറയുന്നത്, നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനും റീസൺ ചെയ്യാനും ഉള്ള ഒരു കഴിവ്. ദ കപ്പാസിറ്റി ഫോർ ലോജിക്കൽ റീസണിങ്, റെക്കഗ്നൈസിങ് പാറ്റേൺസ് ആൻഡ് ഹാൻഡ്ലിംഗ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ആരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, സയന്റിസ്റ്റ് ആയി, മാത്തമാറ്റീഷ്യൻസ് ആയി, എഞ്ചിനീയേഴ്സ് ആയി, അവർക്കൊക്കെ എന്തായിരിക്കും ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഹൈ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണ്, സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്, വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെ. നമുക്ക് ഒബ്ജക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, നമ്മൾ കാണുന്നതും കാണാത്തതും നമുക്ക് എന്താ പറയാ ആലോചിക്കാനും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ, അതിനെ നമ്മൾ കണ്ടില്ലെങ്കിലും അതെന്താണെന്ന് നമുക്ക് ആലോചിച്ചെടുക്കാൻ, അതിന്റെ വേറൊരു തലം നമുക്ക് ആലോചിക്കാൻ, അങ്ങനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ഫീൽഡ്സ് ദാറ്റ് റിക്വയർ സ്ട്രോങ് സെൻസ് ഓഫ് ഡയറക്ഷൻ, വിഷ്വൽ ആർട്ടിസ്ട്രി, സ്പേഷ്യൽ അവയർനെസ് സച്ച് ആസ് ആർക്കിടെക്ചർ ആയി, ഗ്രാഫിക് ഡിസൈൻ ആയി, നാവിഗേഷൻ ആയി, ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന ഇന്റലിജൻസ് ആണ് എന്ത്, സ്പേഷ്യൽ ഇന്റലിജൻസ്.